കപ്പെടുക്കാൻ വന്നവർ പ്രീ ക്വാർട്ടർ കടക്കാൻ പണിപ്പെടുന്ന കാഴ്ച. ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പിന്റെ നോക്കൌട്ട് തിയേറ്ററുകളിൽ ആവർത്തിക്കുന്നത് ഒരേ തിരക്കഥയാണ്. വമ്പന്മാരുടെ അപ്രതീക്ഷിത വീഴ്ചകൾ. പാരമ്പര്യവും പ്രതാപവും വെച്ചു നോക്കിയാൽ ജർമ്മനിക്ക് മുന്നിൽ പരേഗ്വേ വെറും ഒരു ചെറിയ മീനായിരുന്നു. ജർമ്മൻ കരുത്തിനു മുന്നിൽ അവർ അലിഞ്ഞു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി. കാരണം ഇത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്, നിലനിൽപ്പിനായുള്ള യുദ്ധം. മത്സരത്തിന്റെ തുടക്കം മുതൽ ജർമ്മനി തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയത്. എന്നാൽ കളി 42-ാം മിനിറ്റിലേക്ക് കടന്നപ്പോൾ ആ അട്ടിമറി സംഭവിച്ചു. സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പരേഗ്വേയുടെ എൻസിസോ ജർമ്മൻ വലകുലുക്കുന്നു. ആദ്യ പകുതി പിരിയുമ്പോൾ 1-0 ഗോളുകൾക്ക് പാരഗ്വേ മുന്നിൽ. ആരാധകരുടെ നെഞ്ചിൽ ആദ്യത്തെ തീപ്പൊരി വീണ നിമിഷം. രണ്ടാം പകുതിയിൽ ജർമ്മനി തങ്ങളുടെ വന്യമായ ആക്രമണം അഴിച്ചുവിട്ടു. അതിന്റെ ഫലമെന്നോണം 54-ാം മിനിറ്റിൽ കായ് ഹവേർട്സ് ജർമ്മനിക്ക് ജീവൻ നൽകി ആ സമനില ഗോൾ നേടി. അവിടെ നിന്ന് അങ്ങോട്ട് കളി യുദ്ധക്കളമായി മാറി. ലോക രാജാക്കന്മാർക്ക് ജയിച്ചേ മതിയാകൂ. എന്നാൽ വിട്ടുകൊടുക്കാൻ പരേഗ്വേ കൂട്ടാക്കിയില്ല. 90 മിനിറ്റുകൾ കളി കടന്നുപോയി. കളി എക്സ്ട്രാ ടൈമിലേക്ക്. ഇരു ടീമുകളും പൊരുതിയിട്ടും കനത്ത സമ്മർദ്ദത്തിൽ വലകുലുക്കാൻ ആർക്കുമായില്ല. ഒടുവിൽ വിധി നിർണയിക്കാൻ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ഭാഗ്യ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ 12 വാര അകലത്തിൽ ജർമ്മനിയുടെ നെഞ്ച് തകർന്നുപോയി. പരാഗ്വേക്ക് വേണ്ടി മൗറീഷ്യോയും ഗുസ്താവോ ഗോമസും മതിയാസ് ഗലർസയും ജോസ് കനാലയും ലക്ഷ്യം കണ്ടപ്പോൾ ജർമ്മൻ നിരയിൽ ജോഷ്വ കിമ്മിച്ച്, ജമാൽ മ്യൂസിയാല, നദീം അമീരി എന്നിവർ മാത്രമാണ് വലകുലുക്കിയത്. ഗ്രൗണ്ടിൽ ഹീറോ ആയ കായ് ഹവേർട്സിനും നിക് വോൾട്ട് മേഡിനും ജോനാഥൻ ടായ്ക്കും ആ നിർണായക നിമിഷത്തിൽ പിഴച്ചു. അവരുടെ കിക്കുകൾ പാഴായതോടെ ജർമ്മനിയുടെ പതനം പൂർത്തിയായി. പരാഗ്വേയുടെ അവസാന കിക്ക് ജർമ്മൻ വലയിൽ ചെന്ന് പതിച്ചപ്പോൾ ചരിത്രം കുറിക്കപ്പെട്ടു. വമ്പന്മാരെ തകർത്ത് പരാഗ്വേ റൗണ്ട് ഓഫ് 16ലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇക്വഡോറിനോട് തോറ്റപ്പോൾ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്ന് കരുതി ജർമ്മനിയുടെ വമ്പൻ തിരിച്ചുവരവിനായി കാത്തിരുന്ന ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു. അവരുടെ കണ്ണീരൊപ്പാൻ ഇന്ന് ആരുമില്ല. കളിമുറ്റത്തെ കറുത്ത കുതിരകളായി പരാഗ്വേ മാറുമ്പോൾ ജർമ്മനി ക്യാമ്പിൽ അവശേഷിക്കുന്നത് തല താഴ്ത്തിയുള്ള മടക്കവും തീരാത്ത നിരാശയും മാത്രം.